ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ ജസ്റ്റ് കുറച്ച് മുമ്പ് നമ്മുടെ പുതിയ മൂവി വിശ്വനാഥ് ആൻഡ് സൺസ് കണ്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ ഈ സാധാരണ ഒരു പ്രേക്ഷകൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ റിവ്യൂ നോക്കാം. നായകൻ സൂര്യ, മമിത ബൈജു, ദെൻ രാധിക ശരത് കുമാർ, പിന്നെ അനാർക്കലി ഒരു ഗസ്റ്റ് റോള് വരുന്നുണ്ട്. അതിനൊരു രസമുള്ളൊരു പടം. ശരിക്കും പറഞ്ഞാൽ വളരെ റിച്ചപ്പനായിട്ടുള്ളൊരു നായകൻ, ഓക്കെ, ക്യൂട്ടമ്മയായിട്ടുള്ളൊരു നായിക. സംഭവം ഇതിന് വലിയ കാര്യമായ വില്ലനേഴ്സോ കാര്യങ്ങളോ സസ്പെൻസോ ത്രില്ലറോ ഒന്നുമല്ല. നമ്മുടെ പണ്ട് ലാലേട്ടൻ ഒരു മൂവി ചെയ്തിട്ടുണ്ടായില്ലേ, ക്ലാര മോനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റും എന്ന് പറയുന്ന ആ മൂവി. അതേ അതിൻ്റെ ഒരു തീമാണ് എടുത്തിരിക്കുന്നത്, സറോഗസി എന്ന് പറയുന്നത്. ഒരു സ്പോയിലർ അലേർട്ടാണെന്ന് എനിക്ക് അറിയില്ല. എന്നാലും അതിന് മാത്രം ഒരു സ്പോയിലർ കണ്ടന്റ് ഒന്നും ഇതിൽ നിലവിലില്ല. ഞാൻ പറഞ്ഞ പോലെ നായിക ഭയങ്കര റിച്ചാണ്, അവരുടെ വീടും മറ്റു കാര്യമൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. നമ്മുടെ ഹോളിവുഡ് മൂവീസിലൊക്കെ പറയുകയാണെങ്കിൽ ബാറ്റ്മാൻ്റെ അത്രയും റിച്ച്നെസ്, നമ്മുടെ ബ്രൂസ് വെയിൻ അത്രയും റിച്ച്നെസ് ആയിട്ടുള്ളൊരു നായകൻ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് വരെ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളും സംഗതികളും, നമ്മുടെ സൂര്യയുടെ നല്ല നല്ല കുറച്ച് മൂമെന്റ്സ് അമിതാഭ് ബച്ചൻ വളരെ ഗംഭീരമായിട്ട് തന്നെ ആൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. പിന്നെ മമിതയാണെങ്കിലും ആളുടെ കോസ്റ്റ്യൂമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരുപാട് വൾഗറിസം ഇല്ലാതെ എന്നാൽ ആ ക്യാരക്ടറിന് മാച്ചായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. പലരും പറയണ കേട്ടോ, റിവ്യൂസിൽ പറയണ കേട്ടോ, ഒരു ക്രിഞ്ച് പോലെ ചിലപ്പോൾ ചിലർക്ക് കുറച്ച് ക്രിഞ്ച് മൊമെന്റ്സ് ഉണ്ടാവും എന്നുള്ളത്. എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഒരു സിമ്പിൾ പ്രേക്ഷകൻ എന്നത് ഞാൻ പൊതുവെ സിനിമയൊക്കെ കാണുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കരയുന്ന ആളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സൂര്യ ഇമോഷണലി കണക്ട് ആവുന്ന അല്ലെങ്കിൽ ഇമോഷൻസ് വരുന്ന രീതിയിൽ നല്ല ഒന്ന് രണ്ട് സീൻസ് വന്നത് ഞാൻ നന്നായിട്ട് കരഞ്ഞു, കണ്ണ് നിറഞ്ഞു. ഭയങ്കരമായിട്ട് പൊട്ടിക്കരയില്ല, കണ്ണ് നിറഞ്ഞു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഇവർ തമ്മിൽ നായികയും തമ്മിലുള്ള കണക്ഷൻ ബിൽഡ് ചെയ്തും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി എന്ന് പറയാനല്ല, ഒരു നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് പോയിരുന്ന് തിയേറ്റർ വാച്ച് മസ്റ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ പോയിരുന്ന് കാണാം. ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം, നമ്മളിവിടെ പൈസേനേക്കാൾ നമ്മുടെ സമയമാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയം കുറച്ച് രസമായിട്ടൊരു പടം കണ്ടിറങ്ങാം. ഒരുപാട് ഞാൻ പറഞ്ഞ ഒരു ഫാമിലി സ്റ്റോറിയുടെ ബേസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു സിമ്പിൾ കഥ. ഇതിൽ എനിക്ക് തോന്നിയൊരു രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഇന്റർവെല്ലൊന്നും നിൽക്കുമല്ലോ. അപ്പൊ ഇന്റർവെൽ വരെ ഉള്ള ആ തീം തന്നെ ഒരു മൂവി ക്ലോസ് ചെയ്യാനുള്ള അത്രയും കണ്ടന്റ് അതിൽ ഉണ്ട്. അതായത് ഒരു കണ്ടന്റ് ഇന്റർവെല്ലിൽ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ കണക്ട് ആവും. ഇന്റർവെല്ലോട് കൂടി വേണമെങ്കിൽ ആ മൂവി നിർത്തിയാലും ആരൊന്നും ദോഷം പറയില്ല. ഇന്റർവെല്ലിന് ശേഷം മൂവിയുടെ വേറൊരു ചെറിയൊരു ചേഞ്ചസ്, ഒരു മൂഡ് ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആ രീതിയിലുള്ള കണക്ഷൻ പോകുന്നു. ഒരു വലിയ ലാഗിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായി പോയി കണ്ടു നോക്കും. പിന്നെ സൂര്യ എന്ന് പറയുന്ന ആ ഒരു നടന വിസ്മയങ്ങൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാണാറുണ്ട്. പക്ഷെ ഇതിൽ ഒരുപാട് വലിയ മാസ് എൻട്രി കാര്യങ്ങളൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. പക്ഷെ രസമുണ്ട്, മൊത്തം കണ്ടിരുന്നത് നമുക്കൊരു എൻജോയബിൾ മൂവിയാണ്. കണ്ടു